ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വേട്ടക്കാരൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ്. നമ്മുടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ റൂമിൽ. അപ്പോൾ അത് കുറേ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. നൈസായിട്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മളൊരു ഡ്രിഫ്റ്റ് വുട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് വുട്ടിൻ്റെ കഥ ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തൊരു ചായ കുടിയെന്നാണ്. ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ട ഒരു ഡ്രിഫ്റ്റ് വുഡ് എടുത്ത് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഇൻ്റെ വൈബിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് സാധനം, കാണിച്ചു തരാം ഞാൻ. നല്ല ഷേപ്പൊക്കെ ആയിട്ട് വരും. ഇത് എന്ത് ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണ് ക്ലിയർലി മനസ്സിലാക്കി ഈ നിൽക്കുന്ന ഐറ്റമാണ്. പിന്നെ ഇതാണ് ഞാൻ ഡ്രിഫ്റ്റ് വുട്ടായിട്ട് യൂസ് ചെയ്ത പ്ലാന്റ്. അത്യാവശ്യം വീടുകളിലുള്ള എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന എയർപോർട്ട് ഏരിയൻ്റെ അടുത്തായതുകൊണ്ട് നമുക്കിവിടെ അങ്ങനെ വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാവരോടും നമുക്ക് ചുറ്റും വീഡിയോ ചെയ്യാൻ പാടില്ല. കാരണം കാർഗോ ടെർമിനലിന് തൊട്ടടുത്താണ് നമ്മുടെ അക്കോമഡേഷൻ. സോ അവിടെ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ സ്ഥലം മാത്രം കാണിച്ചു തന്നത്. ഏകദേശം നിങ്ങൾക്ക് എന്ത് പ്ലാന്റാണെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തു. അതിനകത്ത് നമ്മളൊരു ബീച്ച് ഒരു വൈബിലാണ്, നമ്മളൊരു സാൾട്ട് വാട്ടർ വൈബിലാണ് ഞാൻ സെറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. സാൾട്ട് വാട്ടർ അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ആ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം സ്റ്റോൺസും പെബിൾസൊക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. ഇത് ഒറിജിനൽ കടൽ മണ്ണാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കണേ. അപ്പോൾ ഡ്രിഫ്റ്റ് വിട്ട് പീസ് നമ്മൾ സോക്ക് ചെയ്ത്, ഇത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പരിപാടിയല്ല കേട്ടോ. 2 വീക്സോളം ഡ്രിഫ്റ്റ് വിട്ട് നമ്മൾ സോക്ക് ചെയ്ത്, ബോയിൽ ചെയ്തില്ല, സോക്ക് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് കണ്ടീഷനാക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്തിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒറ്റയടിക്ക് പടപടാന്ന് സെറ്റ് ചെയ്ത പരിപാടിയല്ല കേട്ടോ. ഇത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്തേക്കണെയാണ്. ഓരോരോ 2 വീക്സ് 3 വീക്സോളം ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഓഫുള്ള ദിവസങ്ങളാണ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതെല്ലാം വീഡിയോ എടുക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫിൽറ്റർ മേടിച്ചേക്കണേ നമ്മൾ പ്ലാന്റ് ടാഗിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്മോൾ ഫിൽറ്ററാണ് നമ്മൾ മേടിച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രാ കീബോർഡുള്ള ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിന് ഇത്തിരി നീളം കൂടുതലാണ്. സോ അത് കട്ട് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വന്നു. അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് ഇതാണ് ഇത്രയും നീളമുണ്ട് നമുക്ക് പൈപ്പ്. ഇത്രയും വലിയ പൈപ്പ് നമുക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഇത് വളരെ സ്മോൾ ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ചെറിയ ഇത് മതി. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി. സോ ഗൈസ്, നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫിൽറ്ററിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇത് ആ കൂടെ കട്ട് ചെയ്യാൻ നമ്മുടെ ഉണ്ടാകുന്ന ഈ ചെറിയ അറക്കവാളാണ്. നമ്മുടെ കമ്പനി റൂളാണ്, നമ്മുടെ ഷാർപ്പ് ബ്ലേഡ് ഐറ്റംസ് ഒന്നും നമുക്ക് നൈഫൊന്നും ഉള്ളിലിട്ട് കൊണ്ടുവരാൻ പാടില്ലെന്ന്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ കൊണ്ടുവന്നാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ഹാർഡ് കോർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടി സമയം എടുത്താണ് കട്ട് ചെയ്തത്. പിന്നെ ഈ പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത്യാവശ്യം സമയമെടുത്തു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പൈപ്പ് വന്നു. ആ പൈപ്പ് മാറ്റിയിട്ട് ഞാൻ ഇതും കൂടെ വെച്ചിട്ട് ഒരു രീതിയിൽ പ്ലംബിങ് ചെയ്യണമല്ലോ ഒരു രീതിയിൽ സെറ്റാക്കി. ഇപ്പോൾ ഓവറോൾ ഹൈറ്റ് നമ്മുടെ അക്വേറിയത്തിലുള്ള സെറ്റായി. സോറി, അവിടെ ഒരാൾ പണി കഴിഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 6 പേരാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദുബായ് ലൈഫൊക്കെ നല്ല രസമാണ്, തമാശയൊക്കെയാണ്. 3 തമിഴും 3 മല്ലൂസുമാണ്. അപ്പോൾ നല്ല തമാശയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു തമിഴ് മച്ചാനാണ്, അച്ഛൻ്റെ പേര് പ്രേം എന്നാണ്, പുള്ളിയാണ് കത്തി എന്ന് സഹായിച്ചത്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ ഏകദേശം വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാൻഡിലേട്ടൊക്കെ കയറി വരുന്നുണ്ട്. ഇനി ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. ഫിൽറ്റർ സെറ്റാക്കിയിട്ടില്ല, ഫുള്ളായിട്ട് അക്വേറിയം പരിപാടികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടഫൻ നമ്മൾ നേരെ എങ്ങനെ വർക്കൗട്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും കൊണ്ട് ഫസ്റ്റ് ഏതെങ്കിലും ഒരു സാധനത്തിനിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ ഗൈസ്, നമ്മുടെ വെള്ളമൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. വാട്ടർ നമ്മൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ സാൻഡിലായിട്ടുള്ള ഗ്യാപ്പിൽ ഓക്സിജൻ ഗ്യാപ്പൊക്കെ ഇപ്പം കയറി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അക്വേറിയം വെള്ളം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെറ്റാക്കിക്കണ സാൻഡ് നല്ല ടെക്സ്ചറുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. സാൾട്ട് വാട്ടർ വൈബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം പറഞ്ഞ് സംഭവമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മിസ്സായത്. നമ്മുടെ ഈ സാധനത്തിന് കണക്ട് ചെയ്യാൻ ഇത്രയും നീളം വയർ പോരാ, നമ്മുടെ ഫിൽറ്ററിൻ്റെ വയർ എത്തൂല. അപ്പോൾ നമ്മളിവിടെ ഒരു അഡാപ്റ്ററുണ്ട്, ഇവിടെയാണ് ഞാൻ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ എത്തുന്നത്. പക്ഷേ അത്രയും ദൂരത്തേട്ട് ഇവന് എത്തൂല. സോ നമുക്കിനി ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു വയർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ ഒരുമാതിരി പെട്ടുപോയി. അപ്പോൾ ഇന്ന് തന്നെ വെട്ടം തെളിക്കാൻ പറ്റില്ല, അക്വേറിയത്തിലെ ഫിൽറ്റർ ഓണാക്കി ഇടാൻ പറ്റില്ല.
എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. സോ ഗൈസ്, നമ്മൾ അക്വേറിയം സെറ്റാക്കി നമ്മുടെ ഫിൽറ്ററും റെഡിയായി. നമ്മൾ 2-3 മീനെയൊക്കെ മേടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വയർ കിട്ടി. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ കണക്ട് ചെയ്തിടുകയാണ് ചെയ്തത്. അത്രയും ദൂരം നമ്മൾ അപ്പുറത്തേടെ ക്രോസ് നമ്മൾ കയറ്റിയിട്ടു. അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമ്മളത് ഫിൽറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചു. പിന്നെ നമ്മൾ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ വെള്ളം മാറ്റി നമ്മൾ കുടിക്കുന്ന വെള്ളം കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടോ. ചെറുതായിട്ടൊന്ന് ഓവർഫ്ലോ ആയിരുന്നു അക്വേറിയം ഫിൽറ്റർ ഓൺ ആക്കിയിട്ടപ്പോൾ. എന്തായാലും സെറ്റായി. നമ്മുടെ മീൻ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ മേടിച്ചിട്ട് മീൻ എന്ന് പറയാൻ 2 ബ്ലാക്ക് മോള് മേടിച്ചിട്ടുണ്ട്, പിന്നെ 2 ഗൗരാമീസും, പിന്നെ ആൽബിനോ ടിൻ ഫോയിൽ ബാർബാണ് മേടിച്ചേക്കണേ. അപ്പോൾ ഇതെല്ലാത്തിനും കൂടെ ഇത്തിരി കൺജസ്റ്റഡ് ആണ്, ഇതിൻ്റെ ഉള്ള സ്പേസ് കുറവാണ്. പിന്നെ ഈ ഇരിക്കുന്ന ചായ ഗ്ലാസ്സൊക്കെ ഇത് ഞങ്ങളുടെ ചായ കുടിക്കുന്ന ഏരിയയും കൂടെയാണ് കേട്ടോ. എല്ലാത്തിനും കൂടെ കൊച്ചു കൊച്ചു സ്പേസും ഉള്ളൂ. 6 പേരാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ കാണും കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പാൽപ്പൊടിയും ചായ ഗ്ലാസ്സൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ നല്ല വൈബായിട്ട് ഈ എൻവയോൺമെൻറ്റായിട്ട് സെറ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇത്ര സ്പേസ് പോരാ, ഇത്തിരി കൺജസ്റ്റഡ് ആണ്. ഇത്രയും മീൻ ഇത്ര സ്ഥലം പോരാ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയം വളരെ ചെറുതായി പോയി. നമ്മൾ ഈ ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ അക്വേറിയം ചെറുതായി പോയി. അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടേബിൾ വന്നത്. സോ മൊത്തത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അക്വേറിയം വളരെ ചെറുതായി പോയോ എന്നൊരു ഡൗട്ടില്ലാതില്ല. എന്തായാലും നമ്മൾ സെറ്റായി. പിന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഓവർഫ്ലോ വഴി കുറച്ച് വെള്ളം ഇവിടെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ സമയത്താണ് ഇത് ഓവർഫ്ലോ ആയി ചാടിയത് വെള്ളം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ ഇതെല്ലാം സെറ്റാക്കി വെച്ചു. സോ ഗൈസ്, അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഡേ 3 ആണ് കേട്ടോ ഇന്നത്തെ ദിവസം. എന്നുവെച്ചാൽ ഫിഷിന് ഇട്ടിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, 2-3 വീക്സായി. അപ്പോൾ അതെ, നമ്മുടെ ഫിഷ് മോളിയാണ് ഏറ്റവും കൂടുതൽ ഫീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഫിഷിനെ കൊണ്ടുവന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഫിഷ് ഫീഡിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ്സാണ് നമുക്ക്. അപ്പോൾ അക്വേറിയം ടോപ്പ് വാട്ടർ സർഫസ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 തീനിപ്പണ്ടാരങ്ങളാണ്. ടിൻ ഫോയിൽ ബാർബ് കൂടുതൽ മറ്റേ താഴെയുള്ള ആൽഗയൊക്കെയാണ് തിന്നുന്നത്. ഗൗരാമീസിനൊക്കെ വല്ലപ്പോഴാണ് ഉമ്മാർ തീറ്റ കൊടുക്കുന്നത്. ഉമ്മാർ അത്ര ഷൈ ആയിട്ടിരിക്കുക കേട്ടോ. എയർലി ഇൻ ദ മോർണിംഗ് ആണ്, അതാണ് ഞാൻ അത്ര വലിയ ഒച്ചപ്പാടുണ്ടാക്കാത്തത്. അപ്പോൾ അതേ മീനൊക്കെ ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അക്വേറിയത്തിൻ്റെ ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ സെറ്റാക്കി. എങ്ങനെയുണ്ടെന്ന് നോക്കി. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറേ ഫോൾട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്യാവശ്യം 2-3-4 വ്യൂസല്ല, കുറച്ച് വീക്സ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ഇതിൻ്റെ എന്തെങ്കിലും അപാധകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ അക്വേറിയം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ട സച്ചിനാണ്. സച്ചിനില്ലായിരുന്നെങ്കിൽ ഈ ടേബിളും സെറ്റ് ആവില്ലായിരുന്നു. സോ ഓൾ താങ്ക്സ് സച്ചിൻ, ഈ ടേബിളൊക്കെ അവൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.